ലോകം വിറങ്ങലിച്ചു നിൽക്കുന്ന മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ കേവലം ഒരു യുദ്ധം മാത്രമാണോ? അതോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കുറിക്കപ്പെട്ട പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണോ? 16-ാം നൂറ്റാണ്ടിലെ വിഖ്യാത ഫ്രഞ്ച് പ്രവാചകൻ നോസ്ട്രഡാമസിന്റെ വരികൾ 5 നൂറ്റാണ്ടുകൾക്കിപ്പുറം മിഡിൽ ഈസ്റ്റിലെ യുദ്ധഭൂമിയിൽ യാഥാർത്ഥ്യമാവുകയാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുന്നത്. നോസ്ട്രഡാമസിന്റെ പ്രശസ്തമായ ക്വാട്രെയിൻ 1:2:6 എന്ന ഖണ്ഡികയിലെ വരികൾ ഇന്ന് ലോകത്തെ ഞെട്ടിക്കുകയാണ്. തേനീച്ചകളുടെ വലിയ കൂട്ടം ഉയർന്നു വരും, രാത്രിയുടെ മറവിൽ അവർ ആക്രമിക്കും എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ പറക്കുന്ന കാമിക്കാസെ ഡ്രോണുകളുടെ കൃത്യമായ വിവരണമാണെന്ന് അനുയായികൾ വാദിക്കുന്നു. ഇറാന്റെ ഷാഹെഡ് ഡ്രോണുകളും അമേരിക്കയുടെ ടാക്സ് ഫോഴ്സ് സ്കോർപിയോൺ യൂണിറ്റിലെ ഡ്രോണുകളും ലക്ഷ്യസ്ഥാനത്ത് ഇടിച്ചിറങ്ങി സ്വയം പൊട്ടിത്തെറിക്കുന്നവയാണ്. തേനീച്ച കുത്തിയതിനു ശേഷം മരിക്കുന്നത് പോലെ ഈ ആയുധങ്ങളും ആക്രമണത്തിന് ശേഷം സ്വയം ഇല്ലാതാകുന്നു. രാത്രിയുടെ മറവിൽ കൂട്ടമായി എത്തുന്ന ഈ ഡ്രോണുകൾ ആധുനിക യുദ്ധത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഈ സംഘർഷം എവിടെ ചെന്ന് അവസാനിക്കും? നോസ്ട്രഡാം തന്റെ കൃതികളിൽ സൂചിപ്പിച്ച 7 മാസത്തെ മഹായുദ്ധം ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് സംഘർഷമാണോ എന്ന ഭീതിയിലാണ് ലോകം. അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും കാനഡയും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ യുദ്ധത്തിൽ പങ്കാളികളാകുമെന്ന സൂചനകൾ നൽകുന്നത് ഇതേ ആശങ്കയിലേക്കാണ്. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ സമീപകാല പ്രസ്താവനകൾ പാശ്ചാത്യ രാജ്യങ്ങൾ നേരിട്ടുള്ള പോരാട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ചരിത്രകാരന്മാരെതിരെ സ്പഷ്ടമായ വരികളുടെ വ്യാഖ്യാനമായി കാണുമ്പോൾ വായനക്കാർക്കും അനുയായികൾക്കും ഇത് നിഗൂഢമായി വരാനിരിക്കുന്ന ദുരന്തത്തിന്റെ സൂചനയാണ്. 9/11 ആക്രമണവും ഡയാന രാജകുമാരിയുടെ മരണവും പ്രവചിച്ച അതേ കൃത്യതയോടെ നോസ്ട്രഡാമസ് മിഡിൽ ഈസ്റ്റിന്റെ വിധിയും കുറിച്ചിട്ടുണ്ടോ? ഡ്രോണുകൾ ആകാശത്ത് ഇരുൾ വീഴ്ത്തുമ്പോൾ വിധി കാത്തുവച്ചിരിക്കുന്നത് സമാധാനമാണോ അതോ മറ്റൊരു മഹായുദ്ധമാണോ എന്ന് കാലം തെളിയിക്കും.